Traces ശ്രദ്ധിച്ചിരിക്കുക. Now we are going to discussing the safety. നമ്മളിപ്പം പറഞ്ഞ കറണ്ടുകൾ നമ്മൾ ഉപയോഗിക്കുമ്പം നമുക്ക് നമ്മുടെ സുരക്ഷ വേണം അല്ലേ? സേഫ്റ്റി. നമ്മൾ ആദ്യമേ കഴിഞ്ഞ ചാപ്റ്ററിലോ 1ാം ചാപ്റ്ററിലോ മറ്റോ പറഞ്ഞായിരുന്നു ഒരു ഫ്യൂസ് വയറിന്റെ കാര്യം. ഫ്യൂസ് വയർ. ഫ്യൂസ് വയറിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരിക്കണം? ഫ്യൂസ് വയർ എങ്ങനെയായിരിക്കണം? ഫ്യൂസ് വയറിന്റെ റെസിസ്റ്റിവിറ്റി കുറവാണോ ഹൈ ആയിരിക്കണോ? അതുപോലെ ഒരു ദ്രവണാങ്കത്തിന്റെ കാര്യവും പറഞ്ഞു ഓർക്കുന്നില്ല അലീന? ലോ മെൽറ്റിംഗ് പോയിന്റ്. ഇറ്റ് ഹാസ് ലോ മെൽറ്റിംഗ് പോയിന്റ്. പിന്നെ ലോ മെൽറ്റിംഗ് പോയിന്റ് ശ്രേണി രീതിയിൽ ഇറ്റ് കണക്റ്റഡ് സീരീസ്. പിന്നെ ഫ്യൂസ് വയർ ഓർമ്മയോടെ ഉണ്ട്. വാട്ട് അബൌട്ട് ദ റെസിസ്റ്റിവിറ്റി? ഇറ്റ് ഹാസ് വെരി ഹൈ റെസിസ്റ്റിവിറ്റി. പ്രതിരോധം വളരെ കൂടുതലാണ്. അത് ഓർക്കുന്നില്ല അതിനെ 3 പോയിന്റുകൾ? ദാറ്റ് ഈസ് ദ നേച്ചർ ഓഫ് ദ ഫ്യൂസ് വയർ. ഇറ്റ് ഹാസ് ഹൈ റെസിസ്റ്റിവിറ്റി, ലോ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ഇറ്റ് കണക്റ്റഡ് സീരീയസ്ലി ടു എ സർക്യൂട്ട്. ശ്രേണി രീതി ഘടിപ്പിക്കുന്നു. അതിൻ്റെ ദ്രവണാങ്കം പെട്ടെന്ന് ദ്രവിക്കണം അല്ലെങ്കിൽ ഉരുകണം, ദ്രാവകമാകണം. ദ്രവിക്കണം എന്നല്ല, ദ്രാവകമാണ്. സോ അതിൻ്റെ ദ്രവണാങ്കം വളരെ കുറവായിരിക്കണം, ചൂടാകണം. സോ R = ρL/A. അപ്പം റെസിസ്റ്റൻസ് കൂടി ഹീറ്റ് കൂടി ഉരുകാൻ H = I²RT. R കൂടാൻ വേണ്ടി റോ കൂടുതലായിരിക്കണം അല്ലെങ്കിൽ റെസിസ്റ്റിവിറ്റി കൂടുതലായിരിക്കണം. ഇങ്ങനെയുള്ള വയറുകളാണ് നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നത്? നമ്മളവിടെ പഠിച്ചായിരുന്നതാണ്. വീട്ടിലൊക്കെ നമ്മൾ നമ്മുടെ ഫ്യൂസിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി സെക്കൻഡ് പോയിന്റ്, എപ്പോഴൊക്കെയാണ് ഈ ഫ്യൂസിന്റെ ആവശ്യം വരുന്നത്? whenever there is an overload or ഷോർട്ട് സർക്യൂട്ട് വരുന്ന കേസിൽ നമുക്ക് ഈ പറയുന്നത് പോലെ ഒരു സേഫ്റ്റി ഫ്യൂസ് ഇല്ലെങ്കിൽ നമ്മുടെ ഉപയോഗിക്കുന്ന ഡിവൈസുകൾ പോകും. ഓക്കെ, അപ്പം ഒരു ഫ്യൂസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ദിസ് ഫ്യൂസ് വിൽ ബി ബ്രേക്ക്. ഫ്യൂസ് വിൽ ബി ബ്രേക്ക്ഡ്. എപ്പോഴാണ്? അറ്റ് ദ ടൈം ഓഫ് ഓവർലോഡ് ആൻഡ് ഷോർട്ട് സർക്യൂട്ട്. ദെൻ വി ക്യാൻ പ്രൊട്ടക്ട് അവർ ഡിവൈസ്. വി ക്യാൻ പ്രൊട്ടക്ട് our devices. അതാണ് ഫസ്റ്റ് ഹെഡിങ് നമുക്ക് പറയാം. ഇൻ ഹൗസ് ഹോൾഡ് ഓർ ഇൻഡസ്ട്രിയൽ, ഫോർ അവർ സേഫ്റ്റി പർപ്പസ് വി ആർ യൂസിങ് ഫ്യൂസ് വയർ ഓർ MCB ഓർ ELCB ഓർ RCCB. ഇതിൽ ഏറ്റവും അഡ്വാൻറ്റേജ് RCCB. ഫ്യൂസ് വയറിനേക്കാളും നല്ലതാണ് MCB, മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. അതിനേക്കാളും അഡ്വാൻറ്റേജ് ആണ് എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ. അതിനേക്കാളും അഡ്വാൻറ്റേജ് ആണ് റെസിഡ്യൂവൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ. ഓരോന്നിൻ്റെയും ഫുൾ ഫോമും കൂടെ നമ്മൾ അറിയണം. MCB മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ, ELCB എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ, RCCB റെസിഡ്യൂവൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ. അതിൽ നമ്മൾ ആദ്യത്തേതിനെ കുറിച്ചുള്ള പോയിന്റുകൾ അല്ലെ ഫ്യൂസ് വയറിനെ കുറിച്ചുള്ള പോയിന്റുകളാണ് പറഞ്ഞത്. അതിന് ലോ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കണം, ഇത് ഹൈ റെസിസ്റ്റിവിറ്റി ആയിരിക്കണം, ഈ കണക്ട് ഇറ്റ് ടു സീരീസ് ടു അവർ ഇലക്ട്രിക് സർക്യൂട്ട്. ദെൻ അറ്റ് ദ ടൈം ഓഫ് ഓവർലോഡ് ഓർ ഷോർട്ട് സർക്യൂട്ട് ദ റെസിസ്റ്റൻസ് ഓഫ് ദ വയർ ഇൻക്രീസ്ഡ് ആൻഡ് ബൈ ജൂൾസ് ലോ the wire is heated up and the fuse wire will be break, so we can protect our devices. So these are the different type of safety fuses. We can use fuse wire, MCB, ELCB, RCCB. MCB miniature circuit breaker, ELCB earth leakage circuit breaker, RCCB residual current circuit breaker.
അതിൻ്റെ ഫുൾ ഫോം 4ൻ്റെയും അറിഞ്ഞിരിക്കണം. ഇതിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടും ഏറ്റവും നല്ലത് ഏതാണെന്ന് നമ്മൾ പറഞ്ഞേ? റെസിഡ്യൂവൽ കറന്റ് സർക്യൂട്ട് ബ്രേക്കർ, RCCB. അവിടുന്ന് മുകളിൽ താഴത്തേക്ക് പോരുന്നതനുസരിച്ച് പിന്നീട് ഉണ്ടാക്കിയെടുത്തതാണ്. അതിൽ ഏറ്റവും നല്ല RCCB, അതിന് മുമ്പ് ELCB, അതിന് മുമ്പ് MCB, ഏറ്റവും താഴെ ഫ്യൂസ് വയർ. മിനിമം നമ്മൾ ഫ്യൂസ് വയറിൽ ഉപയോഗിച്ചിരിക്കണം. അത് ഈ പറയുന്ന പോലെ അന്ന് ഞാൻ പറഞ്ഞ വലിയ കട്ടിയുള്ള വയർ കൊണ്ടൊന്നും കെട്ടിവെക്കരുത്. ഷോർട്ട് സർക്യൂട്ടോ ഇതോ ഉണ്ടാകുമ്പോഴത്തേന് ഓവർലോഡോ വന്നു കഴിയുമ്പോൾ ഫ്യൂസ് വയർ ഉരുകി നമ്മുടെ ഡിവൈസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഐദർ ഇതിലേതെങ്കിലും ഒരെണ്ണം വീട്ടിൽ പിടിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഓക്കെ, സോ MCB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പലതുണ്ടാവേ. പല MCBകൾ കണക്ട് ചെയ്യാൻ പറ്റും. 1, 2, ഇപ്പം 3, 4 എണ്ണം ഉണ്ട്. പിന്നെ അതിനൊരു മെയിൻ MCBയും കൂടെ കാണും. അപ്പൊ ഇത് നമ്മളിങ്ങനെ പറഞ്ഞ പോലെ താഴത്തേക്കും മുകളിലേക്കും പൊക്കാവുന്ന ഓരോ കണക്ഷൻ. മുകളിലേക്ക് പൊക്കുമ്പോൾ അത് ഓൺ ആയിരിക്കും, താഴത്തേക്ക് താത്തുമ്പോൾ അത് ഓഫ് ആയിരിക്കും. ഇത് അതിന്റെ മെയിൻ ആയിരിക്കും. മെയിൻ ഇപ്പൊ എന്റെ വീട്ടിലാണെങ്കിൽ ഇതെന്ന് പറയണത് ഇവിടെ തിണ്ണയിലെ ഹാളിലെയും കണക്ഷനാണ്. എന്ന് പറയുന്ന വേറെ മുറികളിലെ കണക്ഷൻ, ഇത് അടുക്കളയിലെ കണക്ഷൻ, ഇത് പുറകോട്ടുള്ള കണക്ഷൻ. അപ്പൊ എന്നാ പറ്റും? ഇതിന്റെ അഡ്വാൻറ്റേജ് എന്നായിരിക്കും? നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എന്നാ ചെയ്യാം? കൺട്രോൾ ചെയ്യാം അല്ലേ? ഇപ്പം എൻ്റെ അടുക്കളയിലെ ഒരു ഇതാണ് കിച്ചണിലെ നോക്കുക. അപ്പൊ എൻ്റെ കിച്ചണിലെ ഒരു ബൾബിലേക്കോ ഒരു സാധനത്തിലേക്കോ ഉള്ള ഇതിലേക്ക് ഓവർലോഡ് അല്ലെ ഷോർട്ട് സർക്യൂട്ട് വന്നാൽ എന്നാ പറ്റും? ഇവൻ മാത്രം താഴത്തേക്ക് താഴും, അല്ലെങ്കിൽ ഇവൻ മാത്രം ഓഫ് ആകും. അപ്പൊ എനിക്ക് അറിയാൻ പറ്റും, ഐ ക്യാൻ റെക്ടിഫൈ, എനിക്ക് തിരിച്ചറിയാൻ പറ്റും എവിടെയാണ് എൻ്റെ വീട്ടിലെ സർക്യൂട്ടിന് പ്രശ്നമുണ്ടായി. അതായത് ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MCB ഈസ് മോർ സെൻസിറ്റീവ് ടു കറണ്ട്. നമ്മൾ ഫ്യൂസ് വയറിനെ പോലെയല്ല, കറണ്ട് ഒരു അല്പം കൂടിയാലോ അല്പം കുറഞ്ഞാലോ പെട്ടെന്ന് അത് സെൻസിറ്റീവാണ്. ഓക്കെ, പെട്ടെന്ന് അത് താഴുകയും അല്ലെങ്കിൽ അത് ഓഫ് ആകും. ഇനി നല്ലൊരു ഇടിയൊക്കെ വെട്ടി എല്ലാം കൂടെ സർക്യൂട്ട് എവിടെയെല്ലാം എല്ലായിടത്തും പ്രശ്നം ഉണ്ടെങ്കിൽ ഒറ്റയടിക്ക് മെയിൻ ഓഫ് ആയിക്കോളും. അങ്ങനെ നമുക്ക് സോ ഇറ്റ് ഈസ് വെരി സെൻസിറ്റീവ്, നല്ല സെൻസിറ്റീവ് ദാൻ ഫ്യൂസ് വയർ. നമ്മൾ ആദ്യം ഉപയോഗിച്ചതായിരുന്നു ഫ്യൂസ് വയറിനെ കുറിച്ചല്ലേ പറഞ്ഞു. അപ്പോൾ ഫ്യൂസ് വയറിനേക്കാളും സെൻസിറ്റീവ് ആണ് ആര്? നമ്മുടെ MCB. രണ്ടാമത്തെ പോയിന്റ് ഞാൻ എന്നാ പറഞ്ഞേ? നമുക്ക് എവിടെയാണോ നമ്മളുടെ ഫോൾട്ട് പറ്റി അല്ലെങ്കിൽ ഫോൾട്ടി സോൺ എന്ന് പറയാം, നമ്മളുടെ ഓവർലോഡ് അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായ ആ ഒരു ഏരിയനെ, ഇലക്ട്രിക് സർക്യൂട്ടിനെ നമുക്ക് ഫോൾട്ടി സോൺ വി ക്യാൻ ഈസിലി ഐഡന്റിഫൈ. ശരിയല്ലേ? അപ്പൊ നമുക്ക് അത് വീണ്ടും പൊക്കി വെക്കുമ്പോഴത്തേന് അത് വീണ്ടും താഴുവാണെങ്കിൽ അവിടുത്തെ ബൾബ് മാറ്റിയിടുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രശ്നം അങ്ങ് ഇറ്റ് ഈസ് വെരി സിമ്പിൾ ടു എന്നാ പറഞ്ഞ റെസ്യൂം ദ സപ്ലൈ. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞു ഇപ്പൊ ഓഫായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേതായിരുന്നെങ്കിൽ നമ്മൾ അതിനെ വീണ്ടും അടുത്ത വയർ എടുത്തോണ്ട് വന്ന് അതിനകത്ത് ചുറ്റി വീണ്ടും കെട്ടി കുത്തി നോക്കണം അല്ലേ? പക്ഷെ ഇവിടെ എന്നാ ചെയ്താൽ മതി, ജസ്റ്റ് മുകളിലോട്ട് പൊക്കിയാൽ. സോ ഇറ്റ് ഈസ് വെരി ഈസി ടു റെസ്യൂം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഇപ്പം ഇതാണ് നമ്മൾ പറയല്ലേ, വീഡിയോ പോസ്റ്റ് ചെയ്ത് വെക്കുന്നല്ല റെസ്യൂം എന്ന് പറയും. സോ ഇറ്റ് ഈസ് വെരി ഈസി ടു റെസ്യൂം ദ സർക്യൂട്ട്. പിന്നെ എന്നാ പറഞ്ഞ ഇറ്റ് ഈസ് മോർ സേഫർ ദാൻ, അല്ലെങ്കിൽ സേഫ്റ്റിയാ. മറ്റേതിപ്പോൾ നമ്മൾ പറഞ്ഞ് കമ്പി ഇതിനകത്ത് കെട്ടി വെച്ച് നമ്മൾ ഈ സാധനം വെച്ച് കുത്തി വെക്കണം, അപ്പോൾ നമ്മുടെ കൈ നനയാതിരിക്കണം, അതിനകത്തോട്ടുള്ള ഇരുമ്പേലൊന്നും കൈ മുട്ടരുത്, അല്ലെ ആ കമ്പിയെ നമ്മുടെ കൈ ടച്ച് ചെയ്യില്ല. സോ ഇറ്റ് ഈസ് MCB ഈസ് ഹാൻഡ്ലിംഗ് ഈസ് വെരി സേഫ്റ്റിയർ, അല്ലെങ്കിൽ മോർ സേഫർ ദാൻ ഫ്യൂസ് വയർ. അത് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് കേട്ടോ, ഈ MCB അല്ലെ ELCBയുടെ ഒക്കെ അഡ്വാൻറ്റേജ്. അതിനെ ശ്രദ്ധിച്ച്, അതായത് കൂടുതൽ കറണ്ട് വരുമ്പോഴോ, നേരത്തെ പറയുമ്പോൾ ഓരോ പോയിന്റ് എഴുതണം. ഷോർട്ട് സർക്യൂട്ടിനോ ഓവർലോഡിനോ പെട്ടെന്ന് ചുക്കായിട്ട് നമുക്കൊരു റെസ്പോണ്ട് വരും, പെട്ടെന്ന് ഫ്യൂസ് താഴേക്ക് താഴും. അപ്പോൾ എന്നാ പറ്റും? നമ്മളുടെ ആ ഡിവൈസ് പോവില്ല, അല്ലെങ്കിൽ കത്തിപ്പോവില്ല, അല്ലെങ്കിൽ നഷ്ടപ്പെടില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഫോൾട്ട് സംഭവിക്കില്ല. സെക്കൻഡ് പോയിന്റ്, ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഓരോരോ റൂമിൻ്റെ ആണ്, ഇത് കിച്ചൻ്റെ ആണ്, ഇതിപ്പോൾ സിറ്റ് ഔട്ടിൻ്റെ ആണ്, ഇതിപ്പോൾ നമ്മുടെ വേറെ റൂം 1, ഇത് റൂം 2, അങ്ങനെയൊക്കെ ആണെങ്കിൽ
ഇത് മാത്രം താന്നു കഴിഞ്ഞാൽ എനിക്കറിയാം ഇത് കിച്ചണിലെയാണ്. സോ യു ക്യാൻ ഈസിലി ഐഡന്റിഫൈ എവിടെയാണ് ഈ സർക്യൂട്ടിന് ബ്രേക്ക് ഉണ്ടായേക്ക്, നല്ല ഓവർലോഡ് വന്നിരിക്കുന്നത്, അല്ലെ എവിടെയാണ് അത് വന്നിരിക്കുന്നതെന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. തിരിച്ചറിഞ്ഞാൽ മിസ്റ്റേക്ക് പറ്റിക്കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് അതിനെ ഓൺ ആക്കാം, അല്ലെങ്കിൽ കറണ്ട് ഫ്ലോ റെസ്യൂം ചെയ്യാൻ പറ്റും. ഇതെന്ന് പറയുന്നത് ഫ്യൂസ് വയർ കൊണ്ടുപോയി നമ്മളറിയാം കമ്പി ഉരിച്ച് അപ്പുറത്ത് ഇപ്പുറത്തോട്ട് കെട്ടി ക്രോസ് കെട്ടി ഇതിനകത്ത് കൊണ്ടുപോയി കുത്തി വെച്ച് ഫ്യൂസ് കുത്തുന്നതിനേക്കാൾ മോർ സേഫർ ദാൻ, അതിനേക്കാൾ ഒരുപാട് സേഫ്റ്റിയാണ് നമുക്ക് MCB ഉപയോഗിക്കുകയാണെങ്കിൽ. ഓക്കെ, ആക്ച്വലി ദീസ് ആർ ദ അഡ്വാൻറ്റേജ് ഓഫ് യൂസിങ് MCB ദാൻ ഫ്യൂസ് വയർ ഇൻ അവർ ഇലക്ട്രോണിക് സർക്യൂട്ട്. So these are the main advantages of MCB. The first point, MCB is more sensitive to current than fuse wire. ഫ്യൂസ് വയറിനേക്കാൾ പെട്ടെന്ന് സെൻസിറ്റീവ് ആണ്, അല്ലെങ്കിൽ പെട്ടെന്ന് ഓവർലോഡോ ഷോർട്ട് സർക്യൂട്ടോ വന്നാൽ പെട്ടെന്ന് സെൻസിറ്റീവ് ആയതുകൊണ്ട് പെട്ടെന്ന് റെസ്പോണ്ട് തരും. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഫോൾട്ടി സോണിനെ തിരിച്ചറിയാൻ പറ്റും. ഇൻ ദ കേസ് ഓഫ് MCB, the faulty zone of the electrical circuit can be easily identified. എവിടെയാണോ നമുക്ക് പ്രശ്നമുള്ളത് ആ ഭാഗം പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ ആ പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞാൽ അടുത്ത് തന്നെയാണ് വെരി ഈസി ടു റെസ്യൂം. വിത്ത് MCB it is very simple to or easy to resume the supply. സപ്ലൈ പുനഃസ്ഥാപിക്കാൻ വളരെ പെട്ടെന്ന് നമുക്ക് പുനഃസ്ഥാപിക്കാൻ പറ്റും. അടുത്ത പോയിന്റ് സേഫർ ആണ്. Handling MCB is electrically more safer than handling a fuse. So, first point, MCB is more sensitive to the current than fuse wire. In the case of MCB, the faulty zone of the electric circuit can be easily identified. With the MCB, it is very simple to resume the supply. Handling MCB is electrically more safer than handling a fuse wire. These are the main advantages of MCB or ELCB or RCCB than fuse wire. ഷോർട്ട് സർക്യൂട്ട് ഓവർലോഡ് ഉപയോഗിക്കുന്നതിനേക്കാളാ ഷോർട്ട് സർക്യൂട്ട് ഓവർലോഡ് ഉപയോഗിക്കുമ്പോൾ അത് തന്നെ സ്വയം നിയന്ത്രിക്കുന്നു. ഓക്കെ, ഉണ്ടായി കഴിഞ്ഞാൽ ഇലക്ട്രിക് സർക്യൂട്ടിനെ സ്വയം നിയന്ത്രിക്കുന്നു. അതുവഴി നമുക്ക് ഉപകരണങ്ങളെ സംരക്ഷിക്കാം. അല്ലെങ്കിൽ ഓഫ് ആകുന്നു എന്ന് പറഞ്ഞേര് കേട്ടോ, ഓഫ് ആകുന്നു എന്ന് പറയണം, നിയന്ത്രിക്കുന്നു. അടുത്ത പോയിന്റ്, എവിടെയാണ് തകരാറ് വന്നതെന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നു. ഓക്കെ, എവിടെയാണ് ഞാൻ പറഞ്ഞ പോലെ ഓരോ റൂമിലേക്ക് വളരെ പെട്ടെന്ന് വൈദ്യുത ബന്ധം പുനഃസ്ഥാപിക്കാം. വെരി ഗുഡ്. ലാസ്റ്റ് പോയിന്റ്, പിന്നെ ഫ്യൂസ് വയറിനേക്കാളും സുരക്ഷിതമാണ് MCB. ഇനി ഒരു പോയിന്റ് അവിടെ ഇതിനെ കുറിച്ച് പറയാൻ വേണ്ടി, നമ്മൾ ഫ്യൂസ് വയറിനകത്ത് ഹീറ്റിംഗ് എഫക്റ്റ് മാത്രമല്ല പറഞ്ഞു. ഇവിടെ എന്ന് പറയുമ്പം രണ്ടെണ്ണം ഉപയോഗിക്കുന്നുണ്ട്. ഒന്നെന്ന് പറയണത് ഹീറ്റിംഗ് എഫക്റ്റ്, രണ്ടെന്ന് പറയണത് മാഗ്നറ്റിക് എഫക്റ്റ്. ഹീറ്റിംഗ് എഫക്റ്റ് ഇവിടെ ഉപയോഗിക്കുന്നത് നമ്മൾ ഏതൊക്കെ കേസ് വരുമ്പോൾ ഓഫ് ആകുന്നതെന്ന് പറഞ്ഞത്, ഒന്നെങ്കിൽ ഓവർലോഡ് വരും, അല്ലെ ഷോർട്ട് സർക്യൂട്ട് വരും. ഓവർലോഡ് വരുമ്പോഴാണ് ഹീറ്റിംഗ് എഫക്റ്റ് മൂലം MCB ഓഫ് ആകുന്നത്. ഷോർട്ട് സർക്യൂട്ട് ആണെങ്കിൽ മാഗ്നറ്റിക് എഫക്റ്റ് വഴിയാണ് MCB അല്ലെങ്കിൽ ELCB ഓഫ് ആകുന്നത്. സോ അതൊരു അത്യാവശ്യമായ പോയിന്റ്. MCB മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ മറ്റേ ഫ്യൂസ് വയർ പോലെ ഹീറ്റിംഗ് എഫക്റ്റ് മാത്രമല്ല, രണ്ടും തരും. അതുകൊണ്ട് പെട്ടെന്ന് റെസ്പോണ്ട് കിട്ടണേ. ഇറ്റ് ഗീവ്സ് ദ ഹീറ്റിംഗ് എഫക്റ്റ് ആൻഡ് മാഗ്നറ്റിക് എഫക്റ്റ്. നമുക്കറിയാം മാഗ്നറ്റിക് എഫക്റ്റ് അവിടെ ഒരു റിവേഴ്സ് EMF ഒക്കെ ഉണ്ടാകും. അത് വിശദീകരിക്കാൻ പോകണ്ടേ നിങ്ങൾ. ഹീറ്റിംഗ് എഫക്റ്റ് ഇറ്റ് ബേസ്ഡ് അപ്പോൺ ദ ഹീറ്റിംഗ് എഫക്റ്റ് ആൻഡ് മാഗ്നറ്റിക് എഫക്റ്റ്. അത് കാന്തിക ഫലത്തിനെയും താപഫലത്തിനെയും ആശ്രയിച്ചിരിക്കും. ഓവർലോഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ താപഫലം മൂലം സർക്യൂട്ട് ബ്രേക്ക് ആകും. ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ കാന്തിക ഫലം മൂലം സർക്യൂട്ട് ബ്രേക്ക് ആകും. സോ ഇറ്റ് ഡിപ്പെൻഡ് അപ്പോൺ ദ ഹീറ്റിംഗ് എഫക്റ്റ് ആൻഡ് മാഗ്നറ്റിക് എഫക്റ്റ്. ഹീറ്റിംഗ് എഫക്റ്റ് is only in the case of overload. Magnetic effect is in the case of a short circuit. So our page number 66 മൂന്നാമത്തെ question, how does a
എ സേഫ്റ്റി ഫ്യൂസ് പ്രൊട്ടക്ട് എ സർക്യൂട്ട്. എങ്ങനെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്? അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഹീറ്റിംഗ് ഷോർട്ട് സർക്യൂട്ടിലെ ഓവർലോഡ് ഉണ്ടാകുമ്പം കറണ്ടിന്റെ അളവ് കൂടും. കറണ്ട് കൂടിക്കഴിഞ്ഞാൽ നമുക്കറിയാം ജൂൾസ് ലോ അനുസരിച്ച് H=I²RT ആണ്. അപ്പം ഹീറ്റും വളരെയധികം കൂടും. ദെൻ ഡ്യൂ ടു ദിസ് ഹീറ്റിംഗ് എഫക്റ്റ് ഓർ ആ താപബലം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വയറ് മെൽറ്റ് ആകും. അപ്പം നമ്മുടെ സർക്യൂട്ട് ബ്രേക്ക് ആകും. സർക്യൂട്ട് ബ്രേക്ക്. മനസ്സിലായല്ലോ എങ്ങനെ വർക്ക് ചെയ്യുന്നത്? When due to short circuit or overload, the current flowing through our fuse wire is increased, and based upon the Joule's law, H=I²RT, so the heat produced in the fuse wire also increased. So it caused the melting of the wire, and also circuit is break. Then our instrument or our device is safe. Okay. അതെങ്ങനെ എഴുതാൻ പറ്റും? അലീന പറഞ്ഞ എങ്ങനെയാണ്? ഒരു ഫ്യൂസ് വയർ താപം വർദ്ധിപ്പിക്കും. കറണ്ട് കൂടുന്നിടം പോലെ പറയണം. എപ്പോഴാണോ ഒരു സർക്യൂട്ടിൽ അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ടോ ഓവർലോഡോ ഉണ്ടാകുന്നത്, അപ്പോൾ കൂടുതൽ കറണ്ട് ആ സർക്യൂട്ടിലൂടെ വീഴുന്നു. അപ്പോൾ ജൂൾ നിയമപ്രകാരം ആ വയറിലൂടെ പോകുന്ന വയറിൽ ഉണ്ടാകുന്ന താപഫലം വർദ്ധിക്കുന്നു. ഈ കൂടുതൽ താപം കൊണ്ട് ആ വയർ ഉരുകിപ്പോകുന്നു, സർക്യൂട്ട് ബ്രേക്ക് ആകുന്നു, നമ്മളുടെ ഉപകരണം വളരെ സേഫ് ആകുന്നു. അല്ലെങ്കിൽ ഉപകരണത്തിന് എന്നാ പറയണേ, വേറൊന്നും സംഭവിക്കുന്നില്ല, ബ്രേക്ക് ആകുന്നില്ല, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്നില്ല, അല്ലെങ്കിൽ അതിന് ഉപകരണത്തിന് എങ്ങനെ സംരക്ഷിക്കാം. ഓക്കെ, ദാറ്റ് ഈസ് എ യൂസ് ഓഫ് സേഫ്റ്റി ഫ്യൂസ്. സോ MCB നമ്മൾ പറഞ്ഞിപ്പം മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. അതിനേക്കാളും അഡ്വാൻറ്റേജ് ആണ് ഇത് എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ. അതിലും അഡ്വാൻറ്റേജ് ആണ് ഇത് RCCB, റെസിഡ്യൂവൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ. ഇവിടെ നമ്മൾ MCBയുടെ കേസ് പറഞ്ഞു, അല്ലെങ്കിൽ ഫ്യൂസ് വയറിന്റെ കേസ് പറഞ്ഞപ്പോ എന്നാ പറഞ്ഞത്? ദാറ്റ് ഈസ് എ ഹീറ്റിംഗ് എഫക്റ്റ് മാത്രം അല്ലേ? അപ്പം MCBയുടെ കേസിൽ ഏതൊക്കെയുണ്ട്? ബോത്ത് ഹീറ്റിംഗ് എഫക്റ്റ് ആൻഡ് മാഗ്നറ്റിക് എഫക്റ്റ്. ഇനി ഞാൻ പറയട്ടെ, ഇപ്പം നമ്മൾ പറഞ്ഞു ഓവർലോഡ് അല്ലേ എന്നാ പറയണേ, ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുമ്പോൾ മാത്രം നിയന്ത്രിക്കാൻ പറ്റും. പിന്നെ ഇപ്പം ചെറിയൊരു ഫെയിലിയർ ഏതെങ്കിലും ഒരു ഡിവൈസിന്, ഇപ്പം നമ്മളൊരു വയറിങ് കൊണ്ടുപോയേക്കുക, അവിടെ നമ്മൾ ഈ പറയുന്ന പോലെ ഒരു എന്നാ പറയുന്നത് ഇൻസുലേഷൻ ടേപ്പ് കൊണ്ട് ഒട്ടിച്ചേക്കുക. അങ്ങനെയുള്ള ഏതൊരു സമയത്ത് ഒരു കറണ്ടിന്റെ ലീക്കേജ്, ഒരു ചെറിയ ലീക്കേജ് എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ, അല്ലെ ഒരാൾ തൊടുമ്പം, ഞാനിപ്പോൾ ഒരു ഇതിലോട്ട് തൊട്ട് അപ്പം എന്നെ ഷോക്ക് അടിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ആര് ഓഫ് ആകും? ELCB ആണ് ഓഫ് ആകും. പെട്ടെന്ന് എർത്തിങ് നടക്കും. അതായത് കൂടുതലായി ഉണ്ടാകുന്ന കറണ്ടിനെ പെട്ടെന്ന് ഭൂമിയിലേക്ക് എർത്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 3 പിന്ന് നമ്മൾ പറഞ്ഞപ്പോൾ പറഞ്ഞു. ELCB MCB ഒന്നാണ് അല്ല, ഇത് മൂന്നാണ്. ഏതൊക്കെയാണ്? ഒന്ന് MCB, അതൊന്നാണ്. രണ്ടാമത്തെ സാധനമാണ് ELCB. മൂന്നാമത്തെ സാധനമാണ് RCCB. RCCB ഒക്കെ വലിയ പ്രിൻസിപ്പിളാണ്. റെസിഡ്യൂവൽ കറണ്ട് ഉണ്ടാകുന്നതിനെ നിയന്ത്രിച്ച് ഓണും ഓഫ് ആകും. അതാണ് ഏറ്റവും എളുപ്പം, ഏറ്റവും നല്ലത്. റെസിഡ്യൂവൽ കറണ്ട്. ഇതിപ്പോ MCB ഉപയോഗിച്ച ഒരു ചെറിയ ഷോക്കോ അങ്ങനെയൊന്നും ഉണ്ടായാൽ പറ്റിയല്ല. ഓവർലോഡിങ് അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകണം. പക്ഷെ ഒരു ചെറിയ ഇൻസുലേഷൻ ഫെയിലിയർ ഉണ്ടായാൽ പോലും ELCB വർക്ക് ചെയ്യും. അപ്പം ചോദിച്ചു കഴിഞ്ഞാൽ അഡ്വാൻറ്റേജ് ഏറ്റവും കൂടുതൽ ആർക്കാണ്? RCCBക്ക്. ഇതിനൊക്കെ കുറവാണ് ELCBക്ക്, അതിലും കുറവാണ് MCBക്ക്, ഏറ്റവും കുറവാണ് ഫ്യൂസ് വയറിന്. അത് ആ പേജ് നമ്പർ 67 ഓരോ ചോദ്യങ്ങളായിട്ട് ഉണ്ടാവും. വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡിനറി ഫ്യൂസ് ആൻഡ് MCB? അതിപ്പോ നമ്മൾ പറഞ്ഞത്. വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് MCB ഓവർ സേഫ്റ്റി ഫ്യൂസ്? അത് നമ്മളിപ്പോൾ പറഞ്ഞു. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ELCB RCB ഇൻ ദ സർക്യൂട്ട്? അതെന്നായിരിക്കും? ELCBയുടെ ഒക്കെ ഫംഗ്ഷൻ ആയിരിക്കും എന്തെങ്കിലും ഇൻസുലേഷൻ ഫെയിലിയർ ഉണ്ടായാൽ അത് കൃത്യമായിട്ട് പറയണം കേട്ടോ. It helps to break the circuit if there is
എനി കറണ്ട് ലീക്കേജ് ഡ്യൂ ടു ദ ഇൻസുലേഷൻ ഫെയിലിയർ. ഇൻസുലേഷൻ എന്ന് പറഞ്ഞാൽ എന്നാ? ഇൻസുലേഷൻ 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 ഫെയിലിയർ. ആ ELCB എന്നുള്ള പാരഗ്രാഫ് വായിച്ചാലീന ഇവിടുന്ന് കിട്ടും. ഫസ്റ്റ് പോയിന്റ്. ഇൻസുലേഷൻ തകരാറ് മൂലമോ മറ്റോ സർക്യൂട്ടിൽ കറണ്ട് ലീക്ക് ഉണ്ടായാൽ ഇൻസുലേഷൻ തകരാറെന്ന് പറഞ്ഞാലേ ഞാനിപ്പോ വരച്ചത് കണ്ടോ, നമുക്കിപ്പോ അകത്തോട്ട് കമ്പി, ഇപ്പൊ ചെമ്പ് കമ്പി ഇങ്ങനെ പോകുന്നതിന് പുറത്ത് നമുക്ക് എന്നാ ഉണ്ട്, നമ്മളിപ്പോ ഒരു പ്ലാസ്റ്റിക് വയറിന്റെ ഒരു കോട്ടിങ് ഉണ്ടല്ലേ, വയറാണ് നീല നിറമായിരിക്കും അല്ല ചുവന്ന നിറമായിരിക്കും, അപ്പൊ അപ്പുറം ഇപ്പുറം ഈ കോട്ടിങ് ഉണ്ട്, ഇതിനെയാണ് ഇൻസുലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ കുറെ നാളായിട്ട് നമ്മളുടെ വീട്ടില് പഴയ സർക്യൂട്ടൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റി പെട്ടെന്ന് ഒരു കമ്പി തലട്ട് വീണ്, പുറത്താണെങ്കിൽ കമ്പി തലട്ട് വീണ് എന്തെങ്കിലും പറ്റി ഇവിടെ ഇച്ചിരി പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയ കറണ്ട് ലീക്കേജ് ഉണ്ടായാൽ പോലും ആര് റെസ്പോണ്ട് ചെയ്യും? ELCBയും RCCBയും റെസ്പോണ്ട് ചെയ്യും. അതുകൊണ്ടാണ് ദീസ് ആർ അഡ്വാൻറ്റേജ് ദാൻ MCB എന്ന് പറയുന്നത്. ഇഫ് ദയർ ഈസ് വെരി സ്മോൾ ഇൻസുലേഷൻ ഫീൽ, ഒരു ചെറിയ കറണ്ട് ലീക്കേജ് ഉണ്ടായാൽ പോലും ELCB and RCCB gives quick response. So these are helps to break the circuit if there is a current leakage due to insulation failure. ഇൻസുലേഷൻ തകരാറ് മൂലം എന്തെങ്കിലും ഒരു കറണ്ട് കൂടുതലായി വന്നു കഴിഞ്ഞാൽ, അല്ലെ ഓവർഫ്ലോ വല്ലതും ഉണ്ടായി കഴിഞ്ഞാൽ, അപ്പോൾ തന്നെ സ്വയം ഈ സർക്യൂട്ടിനെ വിച്ഛേദിച്ച് സ്വയം കൺട്രോൾ ചെയ്യാൻ ELCBക്കും RCCBക്കും പറ്റും. അപ്പൊ ഏതാണ് മോർ അഡ്വാൻറ്റേജ്? RCCB. അതിന് മുമ്പ് ELCB. അതിന് മുമ്പ് MCB. അതിന് മുമ്പ് ഫ്യൂസ് വയർ. കേട്ടോ, സേഫ്റ്റി ഫ്യൂസ്. അവിടെ കുറെ ചോദ്യങ്ങൾ വരാവുന്ന ഒരു പാട്ടാണത്. അടുത്ത ഹെഡിങ് ആണ് 3-pin പ്ലഗ് ആൻഡ് എർത്തിങ്. 3-pin പ്ലഗ് ആൻഡ് എർത്തിങ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു 2 പിന്നും ഉണ്ട് 3 പിന്നും ഉണ്ട്. ഇതിപ്പോ നമ്മളുടെ സ്വിച്ച് ബോർഡിന്റെ ഇതാണെങ്കിൽ കറുത്ത നിറം കൊണ്ട് വരയ്ക്കാം, പ്രത്യേകിച്ചൊന്നുമല്ല. നീല വയർ, നമ്മൾ വയറിന്റെ കേസിൽ നീലയും പച്ച ഉപയോഗിക്കാറുണ്ട്. ഇവിടെ നമുക്ക് ഏറ്റവും വലിയ ഹോൾ ഉണ്ടല്ലേ, 3 തുളകളിൽ ഇങ്ങനെ 3 പോയിന്റ് ആണ് 3 പിൻ. അപ്പൊ ഇവിടുന്ന് ഇരിക്കുന്നതിനും എങ്ങനെയാണ്? ഏറ്റവും വലിയ പിന്നായിരിക്കും ഈ എർത്തിലേക്ക് കൂട്ടുന്നത്. 2 ചെറിയ പിന്നുകളാണ് ഫേസും ന്യൂട്രലും. ഇങ്ങനെ ഇതൊരു സോക്കറ്റിനകത്തിരിക്കും. അവിടെ നിന്നാണ് ഇങ്ങനെ നമ്മുടെ വയർ. അപ്പം ഒരെണ്ണം ഫേസ് ആണ്, അല്ല ഞാനിങ്ങനെ നേരെ വരയ്ക്കുവാണേ. ഒരെണ്ണം ഫേസ് ആണ്, ലൈവ് വയർ എന്ന് പറയും. അടുത്തത് ഏതാണ്? ന്യൂട്രാണ് അല്ലേ? അടുത്ത നമ്മൾ കറുത്ത കൊണ്ട് വരച്ചു കഴിഞ്ഞാൽ കറുത്തതിൻ്റെ തന്നെ വരയ്ക്കാം. ഇത് ന്യൂട്രാണ്, ന്യൂട്ടർ. ഇത് ഫേസ്. അടുത്തത് ഞാൻ ഗ്രീൻ കൊടുത്തിരിക്കുന്നത് ദിസ് ഈസ് അവർ എർത്ത്. അപ്പം ഒരു തേപ്പ് പൊട്ടി എനിക്കുണ്ടെന്ന് നോക്കുക, ഒരു അയൺ ബോക്സ് ഞാൻ ഉപയോഗിക്കുക. ഇതിപ്പം ഒരു അയൺ ബോക്സ് തേക്കാൻ ഉപയോഗിക്കുന്നു. അപ്പൊ ഇത് വർക്ക് ചെയ്യണമെങ്കിൽ ഇതിനകത്തേക്ക് നമ്മുടെ ഫേസും ന്യൂട്രും വരണം. ന്യൂട്രർ വന്നു, ഫേസ് വന്നു. എർത്ത് എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ, എർത്ത് ഈസ് കണക്റ്റിംഗ് ടു ദ മെറ്റാലിക് പാർട്ട്. അത് ഇവിടെ കൊണ്ടുവന്ന് നേരെ ഈ ഏറ്റവും അടി തേക്കുന്ന ഈ മെറ്റൽ പാർട്ട് ഉണ്ടല്ലോ, ഇവിടെ മുഴുവൻ തേക്കുന്ന ഇരുമ്പിന്റെ ഭാഗമല്ലേ, അതേ പൊട്ടിയുടെ അടിവശം, അങ്ങോട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. എർത്ത് ഈസ് കണക്റ്റഡ് ടു ദ മെറ്റൽ പാർട്ടിലേക്ക് കണക്ട് ചെയ്യും. അപ്പൊ നോക്കിയേ, ഇതിനകത്ത് ഏറ്റവും റേഡിയസ് കൂടിയത് ആർക്കാ? വണ്ണം കൂടിയത് റേഡിയസ് മാക്സിമം നമ്മുടെ എർത്ത് പ്ലഗിനാ അല്ലേ? ഇനി കുത്തമ്പം ആദ്യം ഏറ്റവും നീളം കൂടിയത് ആദ്യം പോയി മുട്ടും. ഫസ്റ്റ് ടച്ച് ചെയ്യുന്നതും ആരാണ്? എർത്ത് ലൈൻ അല്ല, എർത്ത് പ്ലഗ് ആണ് പോയി ടച്ച് ചെയ്യുന്നത്. അപ്പം എന്തെങ്കിലും കറണ്ട് ഓവർഫ്ലോ വല്ലതും വന്ന് നമ്മളെ കറണ്ട് അടിക്കാൻ പോവാണ്, അല്ലെങ്കിൽ നമ്മളെ പിടിച്ചിട്ട് കറണ്ട് അടിച്ചാൽ ഈ മെറ്റൽ പാർട്ടിലേക്ക് കറണ്ട് കൂടുതലായിട്ട് ഓവർലോഡോ ഷോർട്ട് സർക്യൂട്ടോ വല്ലതും ഉണ്ടായി ഈ മെറ്റൽ പാർട്ടിലേക്ക് കൂടുതൽ കറണ്ട് വന്നാൽ എന്നാ സംഭവിക്കുമായിരിക്കും?
അത് കണക്ഷൻ കറണ്ട് ശരിക്കും ആ ഹലോ, എപ്പോഴെങ്കിലും ഒരു കറണ്ടേ കൂടുതലായിട്ട് നമ്മുടെ മെറ്റൽ പാർട്ടി വന്ന എന്നാ ചെയ്യും? അത് ഈ എർത്ത് ലൈനിലൂടെ പെട്ടെന്ന് പോകും അല്ലേ? ഏറ്റവും റെസിസ്റ്റൻസ് കുറവ് ആർക്കാന്ന് പറഞ്ഞ എർത്ത് ലൈന്. ആർ ഈസിക്കൽ ടു റോയൽ ബൈ എ എന്ന ഏരിയ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ് പൈ ആർ സ്ക്വയർ എന്ന് എഴുതാം. റോയൽ ബൈ പൈ ആർ സ്ക്വയർ. റേഡിയസ് വണ്ണം കൂടിയാൽ റെസിസ്റ്റൻസ്, ആറ് കൂടിക്കഴിഞ്ഞാൽ റേഡിയസ് കൂടിക്കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കുറയും. അപ്പോൾ എന്തെങ്കിലും ഒരു കറണ്ട് കൂടുതൽ സർക്യൂട്ട് ഉണ്ടായാൽ, അല്ലെ മെറ്റൽ പാർട്ടിൽ അവിടെ ഇവിടെ ഉണ്ടായി നമുക്ക് ഷോക്ക് അടിച്ചു കഴിഞ്ഞാൽ, ആ ഉണ്ടായ കൂടുതൽ കറണ്ട് അപ്പം തന്നെ നമ്മുടെ എർത്ത് പിന്നിലൂടെ വരും. അതെങ്ങോട്ടാണ് കൊടുത്തിരിക്കുന്നത്? നമ്മൾ പറയുന്ന പോലെ നമ്മളുടെ ഫ്യൂസ് ചെന്ന് മെയിൻ സ്വിച്ച് ചെന്നേച്ച് മെയിൻ സ്വിച്ച് വഴി ഭൂമിയിലോട്ട് നമ്മൾ എർത്ത് ചെയ്തേക്കും അല്ലേ? ഭൂമിയിലേക്കാണ് 3 പിൻ എർത്തിങ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഹൗസ് കോൾഡ് കണക്ഷൻ പഠിച്ച. അപ്പൊ ഈ വന്ന അധികം വരുന്ന കറണ്ട് നേരെ നമ്മളെ എർത്തടിക്കാതെ ഭൂമിയിലോട്ട് പൊക്കോളും. അങ്ങനെ നമുക്ക് സ്വയം സേഫ്റ്റി, നമുക്ക് സ്വയം എർത്തടിച്ച് ചാവാതിരിക്കാം, മാത്രമല്ല നമ്മുടെ തേപ്പൂട്ടി കത്തി പോകാതെ ഇരിക്കും. രണ്ടുപയോഗം. അതിനാണ് നമ്മൾ 3 പിൻ ഉപയോഗിക്കുന്നത്. അപ്പൊ 3 പിൻ ഉപയോഗിക്കുമ്പോൾ ഓർക്കണം, ഫേസ് ഉണ്ട്, ന്യൂട്രൽ ഉണ്ട്, എർത്ത് ഉണ്ട്. എർത്ത് പിന്നാണ് ആദ്യം ടച്ച് ചെയ്യുന്നതും ഏറ്റവും വണ്ണം ഉള്ളതും. അതിനായിരിക്കും ഏറ്റവും റെസിസ്റ്റൻസ് കുറവ്. എപ്പോഴെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കറണ്ട് കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഈ എർത്തിനെ ഇതിന്റെ മെറ്റൽ പാർട്ടായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം മെറ്റൽ പാർട്ടിലേക്ക് എപ്പോഴെങ്കിലും ഒരു കറണ്ട് കൂടുതലായിട്ട് ഒഴുകി വന്നു കഴിഞ്ഞാൽ ആ കറണ്ട് നേരെ ഈ എർത്ത് ലൈൻ വഴി എർത്ത് ലൈൻ വഴി നമ്മളുടെ ഭൂമിയിലെ അല്ല നമ്മുടെ സർക്യൂട്ടിന്റെ എർത്തിങ്ങിലേക്ക് ഭൂമിയിലേക്ക് പൊക്കോളും. അങ്ങനെ നമ്മുടെ ഡിവൈസിനെയും നമ്മൾക്കും ഡിവൈസിനും സേഫ്റ്റി തരുന്നതിന് വേണ്ടിയാണ് നമ്മൾ 3 പിന്ന് ഇൻസ്റ്റെഡ് ഓഫ് 2 പിൻ. 2 പിന്നിന്റെ സ്ഥാനത്ത് നമ്മൾ 3 പിൻ ഉപയോഗിക്കണം. അപ്പൊ 3 പിൻ ഓൾസോ ഗീവ്സ് മോർ സേഫ്റ്റി. അതാണ് ILCB ഒക്കെ കഴിഞ്ഞ അടുത്ത പോയിന്റിൽ 3 പിൻ പ്ലഗ് ആൻഡ് എർത്തിങ് പറയാൻ കാരണം കേട്ടോ. മനസ്സിലായോ എങ്ങനെയാ വർക്കിംഗ് എന്നുള്ളത്? ആ വർക്കിംഗ് ആണ് അതിന് താഴെ ഓരോ പോയിന്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ ആൻസർ നമ്മൾ ചെയ്യണം. AC DC ഡിവൈസുകളും DC കറണ്ടിന്റെ കൺവേർഷനും അടുത്ത ക്ലാസ്സിൽ പറഞ്ഞോളാം കേട്ടോ. പേജ് നമ്പർ 67 ആ തേപ്പൂട്ടിയുടെ കണ്ടോ, ആ ചൂടാകുന്ന കോയിൽ, ഹീറ്റിംഗ് കോയിൽ അരച്ചു വെക്കുന്നത്. അതിന്റെ ഒരാൾക്ക് പോകുന്നത് ഫേസ് വന്നു, മറ്റേടത്തേക്ക് ന്യൂട്രൽ വന്ന് കണക്ഷൻ ഫില്ലായി. എർത്തിങ് പച്ച എങ്ങോട്ടാണ് കൊടുത്തിരിക്കുന്നത്? തേപ്പൂട്ടിയുടെ മെറ്റൽ ബോഡിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം കൂടുതൽ കറണ്ട് വന്നു കഴിഞ്ഞാൽ അത് നേരെ എർത്തിലോട്ട് പൊക്കോളും. അപ്പം നമുക്ക് ഷോക്ക് കിട്ടില്ല. ഇലക്ട്രിക് ഷോക്ക് ഒഴിവാക്കുക എന്നാണ് കേട്ടോ. അവോയ്ഡ് ദ ഇലക്ട്രിക് ഷോക്ക്. ഇലക്ട്രിക് ഷോക്ക് ഒഴിവാക്കാം. അതിനാണ് നമ്മൾ 3 പിന്നുകൾ ഉപയോഗിക്കുന്നത്. 3 പിൻ പ്ലഗ് ആൻഡ് എർത്തിങ്. ഓക്കെ.